ഹലോ വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ ഈ ടേസ്റ്റിൽ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. എങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യുന്ന റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്ക് പീസ് ഉണ്ടല്ലോ, നമ്മുടെ വെള്ളക്കടല, അത് വെച്ചിട്ടുള്ള റൈസാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ചിക്ക് പീസ് റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്ക് പീസ്, അതായത് വെള്ളക്കടല ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. കുക്കറിൽ ചേർത്തിട്ടാണ് നമ്മളത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചിക്ക് പീസാണ്. ഇതിപ്പോൾ ഞാൻ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അത് സോക്ക് ചെയ്ത് വെച്ചതാണ് വെള്ളത്തിൽ. അപ്പോൾ രാവിലെ 5 മണി ആയിട്ടുണ്ട്. ഇത്രയും ടൈം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്ക് പീസാണിത്. ഇത് നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 1 കപ്പാണ് ക്വാണ്ടിറ്റി ഉള്ളത്. നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെ റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചിക്ക് പീസ് കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം. ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു റൈസിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ചിക്ക് പീസ് ഒരു 2 വിസിൽ വന്നാൽ മതിയാകും. അപ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റീം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തിട്ട് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കുതിർത്ത് വെക്കുന്ന ഒരു ടൈം വളരെ കുറഞ്ഞു പോയെങ്കിൽ, അതായത് ഇപ്പം ഒരു 6-7 മണിക്കൂറൊന്നും നിങ്ങൾക്ക് ടൈം കിട്ടിയില്ല ചിക്ക് പീസ് കുതിർത്ത് വെക്കാനെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ടൈം അത് കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു 2 വിസിൽ വന്നതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ മാത്രം വീണ്ടും അത് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് 2 വിസിൽ വന്നതിന് ശേഷം സ്റ്റീമൊക്കെ കംപ്ലീറ്റ് ആയിട്ടും പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു ചിക്ക് പീസ് എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ അത് പ്രസ്സായി പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള പരുവത്തിന് ഇത് കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരിത്തിരി ഹാർഡായിട്ടാണ് തോന്നുന്നതെങ്കിൽ കുറച്ചുകൂടെ ടൈം ഒന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ വിസിലടിപ്പിക്കുക. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക കേട്ടോ. ഒത്തിരി ഓവറായിട്ട് കുക്കായിട്ട് ഉടഞ്ഞു പോകും വേണ്ട, പക്ഷേ ഹാർഡായിട്ടായിരിക്കാനും പാടില്ല. അപ്പോൾ ഇത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു ചിക്ക് പീസും അതുപോലെ റൈസും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു റൈസിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ സ്യൂട്ടാവില്ല കേട്ടോ. സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ നമുക്ക് നെയ്യോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനതിലേക്ക് ഒരു 2 പിഞ്ച് നമ്മുടെ ഫെനൽ സീഡ്, അതായത് നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം ഒരു 4 ചെറിയ വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ വളരെ ഫൈനായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് പച്ചമുളകും ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനത് കുട്ടികൾക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പച്ചമുളക് കണ്ടു കഴിഞ്ഞാൽ അവരത് കഴിക്കില്ല. അതുകൊണ്ടാണ് പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പച്ചമുളക് കൂടെ വേണം നമ്മൾ മുതിർന്നവർക്ക് കഴിക്കുമ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഒന്ന് തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒത്തിരി വേണ്ട, ഒരു സവാളയുടെ പകുതി മതി. അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് വഴറ്റിയിട്ട് എടുക്കാം. ഈ ഒരു സവാള നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു തക്കാളിയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ എല്ലാം പകുതി എടുത്തിട്ടുള്ളത്. നിങ്ങൾ അത്യാവശ്യം റൈസൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാം ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്തുക. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു റൈസിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളിയും ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ്. ഇത് വേണമെന്നൊന്നുമില്ല, നമ്മുടെ നോർമലായിട്ടുള്ള ബ്ലാക്ക് പെപ്പർ പൗഡർ മതി. ഞാനിതിപ്പോൾ കയ്യിലുള്ളതുകൊണ്ട് ഇത് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്താണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ഗരം മസാല പൗഡർ ചേർക്കണം. അപ്പോൾ ഒരു 2 നുള്ള് ഗരം മസാല പൗഡർ കൂടി ചേർക്കാം. അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഒന്നും ഒത്തിരി മുന്നിലോട്ട് വരരുത് ഈ ഒരു റൈസിൽ. അപ്പോൾ വളരെ കുറച്ച് മതി. അതുകൂടെ ചേർത്തിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഈ ഒരു സവാളയും അതുപോലെ തക്കാളിയും എല്ലാം തന്നെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്.
ഈ ഒരു സമയം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്ക് പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കുക്കറിൽ നിന്നും വെള്ളമൊക്കെ മാറ്റിയിട്ട് ചിക്ക് പീസ് മാത്രമായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചിക്ക് പീസ് കുറച്ച് കൂടുതലായിട്ടൊക്കെ വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ ഒരു കുക്കറിൽ നിന്നും മാറ്റിയിട്ട് ഊറ്റിയെടുത്തിട്ട് വെക്കണം കേട്ടോ. ഇതിപ്പം വല്ലാണ്ടൊന്നും കുക്കായി പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ചൂട് വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. അതിൽ നിന്നും ഇപ്പോൾ വെള്ളം മാറ്റിയിട്ടാണ് ഇതിനകത്തേക്ക് ചേർത്തിയിട്ടുള്ളത്. ഇനിയൊരു സവാളയുടെയും അതുപോലെ തക്കാളിയുടെയും ഒരു മിക്സായിട്ട് നന്നായിട്ട് ചിക്ക് പീസ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതൊന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. ഉപ്പോ അതല്ലെങ്കിൽ നമ്മുടെ എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളകൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടെ അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ലീവ്സ് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മല്ലിയില കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് റൈസാണ്, അതായത് ബസ്മതി റൈസാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് ബസ്മതി റൈസ് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബസ്മതി റൈസ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാതെ നല്ല സെപ്പറേറ്റഡ് ആയിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു വീഡിയോനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കാണുക, എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ബസ്മതി റൈസ് കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ 3/4 കപ്പ് ബസ്മതി റൈസ് കുക്ക് ചെയ്തത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. ഈ ഒരു നമ്മുടെ ചിക്ക് പീസിൻ്റെ മസാലയായിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രം ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു സമയം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ എരിവോ അതല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ കുറവാണ് തോന്നുകയാണെങ്കിൽ ഒരിത്തിരി കുരുമുളകിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ ഗരം മസാല പൊടിയൊക്കെ ചൂടോട് കൂടിയിട്ട് ഇരിക്കുന്ന ഈ ഒരു റൈസിലേക്ക് ചേർത്തിട്ട് മിക്സ് ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്ക് പീസ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഏറ്റവും എളുപ്പം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും എളുപ്പമാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനും ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നല്ല സ്പൈസി ആയിട്ടും കഴിക്കാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.